BMW അവരുടെ CEO 4 എന്ന് പറയുന്ന മോഡലിനെ 14,90,000 രൂപയ്ക്ക് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ എന്തൊക്കെ പ്രത്യേകതകൾ ഉണ്ടാവുമെന്ന് നോക്കിയാലോ? എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇതാണ് CEO 4 എന്ന് പറയുന്ന മോഡൽ. ഇതൊരു ഫുള്ളി ഇലക്ട്രിക് ബൈക്കാണ്. ഒറ്റ ചാർജിൽ 130 കിലോമീറ്റർ ദൂരം നമുക്ക് സഞ്ചരിക്കാം. 8.5 kWh ഒരു ബാറ്ററിയാണ് ഇതിനകത്തുള്ളത് എന്നാണ്. ലുക്ക് വൈസ് ഭയങ്കര യുണീക്ക് ആയിട്ടുള്ളൊരു ബൈക്ക് എന്ന് പറയാം. ഫ്രണ്ടിൽ നിന്ന് നോക്കുന്ന സമയത്ത് നമ്മൾ എവിടേക്കോ കണ്ട ചില ബൈക്കിനോടൊരു സാദൃശ്യം തോന്നുന്നുണ്ട്. പക്ഷേ BMWയുടെ ലോഗോ അതുപോലെ തന്നെ ഈ ഒരു ഭാഗമൊക്കെ ഭയങ്കര യുണീക്കലി ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്കൊരു വെൻറ്റ് ഭാഗം പോലെ കാര്യങ്ങളൊക്കെ കാണാം. ഹായ് അത് കാണാം. അതിന് ഇവിടെ നോക്കിയാൽ കാല് വെക്കാനുള്ള ഒരു പാറ്റേണും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. വീലിലേക്ക് വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല തിക്കായിട്ടുള്ളൊരു വീല് അതിനെ മൊത്തം കവർ ചെയ്ത് വെച്ചേക്കാണ്. ബാക്ക് ഡ്രൈവാണ്, അതിനെക്കുറിച്ചൊക്കെ ഞാൻ പറയാം. ഫോർക്ക് കാര്യങ്ങളൊന്നും നമുക്കങ്ങനെ പുറത്തേക്ക് അത്ര വിസിബിൾ അല്ലാത്ത തരത്തിൽ ഉള്ളിലേക്ക് മോൾഡ് ചെയ്ത് വെച്ച പോലെ തോന്നുന്നു. അപ്പോൾ തന്നെ ഹെഡ് ലാമ്പ് യൂണിറ്റിൻ്റെ ഭാഗം ഇവിടെയാണ്. അപ്പോൾ ഇവിടെ നമുക്കൊരു വിൻഷീൽഡിൻ്റെ ഭാഗം കാണാം. നിൻ്റെ അതിലൂടെ കടത്തി വിടാൻ പറ്റും എന്നതാണ്. ഫ്രണ്ട് നോക്കുന്ന സമയത്ത് ഇവിടെ നമുക്കൊരു ഇൻഡിക്കേറ്റർ കൂടി ഉണ്ട് കേട്ടോ. BMWൻ്റെ ബാഡ്ജിങ് കാണാം. ഇവിടെയൊക്കെ നമുക്ക് നല്ല രസകരമായിട്ടുള്ളൊരു പാറ്റേൺ കൊടുത്തിട്ടുണ്ട്. ഇവിടെ റിഫ്ലക്ഷൻ യൂണിറ്റ് കാണാം. BMWയുടെ ലോഗോ അപ്പുറവും കൊടുത്തിട്ടുണ്ട്. മൊത്തത്തിൽ ഫ്രണ്ട് ഭയങ്കര യുണീക്കാണ്. സൈഡിലേക്ക് വരുന്ന സമയത്ത് ഏറ്റവും ഹൈലൈറ്റ് ഈ ഒരു ബെഞ്ച് ടൈപ്പ് സീറ്റാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ രണ്ടാൾക്ക് ഇതിന് നന്നായിട്ട് ഇരിക്കാൻ പറ്റും. അപ്പോൾ തന്നെ സീറ്റ് ഹൈറ്റിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ കയറി ഇരുന്ന് കാണിക്കാം. നല്ല വെയിറ്റൊക്കെ കേട്ടോ. യെസ്, കൊള്ളാം, നൈസ്. എനിക്ക് തോന്നുന്നു റൈഡിങ് പൊസിഷൻ നല്ല രസമുണ്ട്. ശരിക്കും ഇത് റൈഡ് ചെയ്യുന്ന സമയത്ത് ഇത് എത്രമാത്രം അടിപൊളിയാണെന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാൻ പറ്റുള്ളൂ. ആ സമയത്ത് ഞാൻ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് അതിനെക്കുറിച്ച് പറയാൻ പറ്റും തോന്നുന്നു. ഈ സീറ്റ് നല്ല രസമുണ്ട്, നല്ല സ്പേഷ്യസ് ആണ്. അതേപോലെ തന്നെ ഇത് കാണുന്ന സമയത്ത് ഭയങ്കര ചെറുതായി തോന്നുമെങ്കിലും നല്ല കംഫർട്ടാണ്. ഇരിക്കുന്നതിന് കുഴപ്പവും കാര്യങ്ങളൊന്നുമില്ല. CE എന്ന് പറയുന്ന ഒരു ബാഡ്ജിങ് കാര്യങ്ങളും O4 എന്ന് പറയുന്ന ബാഡ്ജിങ് ഇവിടെ അതിൻ്റെ കണ്ടിന്യൂഷൻ കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഇതിനകത്ത്. അപ്പോൾ തന്നെ ഈ ഒരു പാറ്റേണൊക്കെ നോക്കിയാൽ നല്ല രസമുണ്ട്. സ്റ്റാൻഡ് അതുപോലെ ബാക്കിലേക്ക് വരുന്ന സമയത്ത് സസ്പെൻഷൻ ഇത് കുറച്ചുകൂടി അല്ലേ ആ ഒരു ലുക്ക് വൈസ് കുറച്ചുകൂടി അട്രാക്റ്റീവ് ആക്കാൻ കമ്പനി ശ്രമിച്ചിട്ടുണ്ട്. ഇതിനകത്താണ് ശരിക്കും സസ്പെൻഷൻ യൂണിറ്റ് കൊടുത്തിട്ടുള്ളത്. സിംഗിളാണ്, മോണോഷോക്കാണ് വന്നിട്ടുള്ളത്. ബെൽ ഡ്രൈവാണ്. ബാക്കിലേക്ക് ഇതിൻ്റെ കമാൻഡും കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ തന്നെ ഈ ഒരു ഭാഗം കുറച്ചും കൂടി ഒരു യുണീക്കായിട്ട് നിൽക്കും. ശരിക്കും ഒരു വലിയ ബൈക്കിനേക്കാൾ വീൽ ബേസ് ഈ വാഹനത്തിനകത്തുണ്ട്. 1675 മില്ലിമീറ്ററാണ് ഇതിൻ്റെ വീൽ ബേസ്. അത് GSനേക്കാളും കൂടുതലാണ് എന്നുള്ളതാണ്. ഇൻഡിക്കേറ്റർ ഇങ്ങോട്ട് പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന തരത്തിലാണ് ക്രമീകരിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. നൈസ്. വീലൊക്കെ കാണാൻ നല്ല രസമുണ്ട്. ആ ഒരു അലോയ് വീലൊക്കെ ശരിക്കും ഇപ്പുറത്ത് നോക്കി കഴിഞ്ഞാൽ നല്ല അട്രാക്റ്റീവായിട്ടാണ് കൊടുത്തുള്ളത്. ഇനി മറ്റൊരു കാര്യം, ഇതൊരു സ്കൂട്ടറാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ BMWൻ്റെ ആണ് ഇത്രയും ഫെസിലിറ്റി ഉണ്ടെന്നൊക്കെ പറയുമ്പോഴും ആളുകൾ ചോദിക്കും സ്റ്റോറേജ് സ്പേസ് ഉണ്ടോ എന്നുള്ളത്. നല്ല സ്റ്റോറേജ് സ്പേസ് ഉണ്ടോ എന്നത് അവിടെ ഉണ്ടോ. അതിനകത്ത് നമുക്ക് ചാർജർ വെക്കാം, ഒരു ഫുൾ സൈസ് ഹെൽമെറ്റ് വെക്കാം. അതിനൊക്കെ കേപ്പബിൾ ആയിട്ടുള്ള തരത്തിലുള്ള സ്റ്റോറേജ് സ്പേസാണ് ഇതിനകത്ത് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവിടെ കുറച്ച് യൂട്ടിലിറ്റി സ്പേസ് കൊടുത്തിട്ടുണ്ട്. അതാണ് നമുക്കൊരു ചെറിയ പേഴ്സൊക്കെ വെക്കാൻ പറ്റുന്ന തരത്തിൽ. അതുപോലെ പൈസ ഒക്കെ വേണമെങ്കിൽ പെട്ടെന്ന് വെക്കാം. കീലെസ് എൻട്രിയാണ്. കീ ആവശ്യമില്ല, നമുക്ക് വന്നിട്ട് സ്റ്റാർട്ട് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന തരത്തിലാണ് ക്രമീകരിച്ചിട്ടുള്ളത്. അല്ല മീൻസ് ഒരു പോക്കറ്റിലുണ്ടാവട്ടെ കീ, അല്ലാതെ കീയില്ലാതെ സ്റ്റാർട്ട് ചെയ്യാമെന്നല്ല. പിന്നെ ചാർജിങ് ഏരിയ കൊടുത്തിട്ടുള്ളത് ഇവിടെയാണ്. നമുക്ക് ചാർജ് ചെയ്യാം. ചാർജിങ് ഇതിൻ്റെ കൂടെ കിട്ടും. അത് ഉപയോഗിച്ചിട്ട് നമുക്ക് 3 മണിക്കൂറും 20 മിനിറ്റ് കൊണ്ടും ചാർജ് ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ളത് മറ്റൊരു ഹൈലൈറ്റ്. വലിയ ക്രൗഡിനിടയിലാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മളുള്ളത് ഡൽഹിയിലാണ്. ഇവിടെ വെച്ചായിരുന്നു ഇത് ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. 14,90,000 രൂപയ്ക്കാണ് ഇത് ലോഞ്ച് ചെയ്തത്. അവിടെ തന്നെ ഒരുപാട് ആൾക്കാർ വേണ്ടി ഷൂട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. മറ്റൊരു കാര്യം, ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം. നമ്മുടെ ആവശ്യത്തിനുള്ള ഇൻഫർമേഷനൊക്കെ നമുക്ക് ഇതിനകത്ത് കണക്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റമാണ്. മറ്റൊരു കാര്യം, 10.25 ഇഞ്ചാണ് ഇതിൻ്റെ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം. അത് സാധാരണഗതിയിൽ നമ്മളൊരു കാറിലൊക്കെ കണ്ട തരത്തിലാണ് ക്രമീകരിച്ചിട്ടുള്ളതാണ്. ഡ്രൈവ് മോഡുകളുണ്ട്, 3 ഡ്രൈവ് മോഡുകളുണ്ട്. ഡൈനാമിക്, എക്കോ, റെയിൻ, റോഡ്. അങ്ങനെ നമുക്ക് 3-4 ഡ്രൈവ് മോഡുകളും നമുക്ക് ഇതിനകത്തുണ്ട്. BMW മോട്ടോറാഡ് എന്ന് പറഞ്ഞൊരു ബാഡ്ജിങ് കാണാം. ഇതാണ് ഡ്രൈവ് മോഡ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ. എൻജിൻ സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ ഇവിടെ കാണാം. മെനു സെലക്ഷൻ, അതായത് നമ്മുടെ ഇതിൻ്റെ അടുത്ത് മെനുവിനെ നമുക്ക് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. റിവേഴ്സ് ഗിയർ, പാസ് ലൈറ്റ്, ഇൻഡിക്കേറ്റർ, ഇതാണ് ഹോൺ. 42 ഹോഴ്സ് പവറും 62 Nm ടോർക്കുമാണ് ഈ മോട്ടോർ ഉൽപ്പാദിപ്പിക്കുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ പ്രൈസ് പറഞ്ഞു, കിലോമീറ്റർ റേഞ്ച് പറഞ്ഞു, എത്ര ഹോഴ്സ് പവറാണെന്ന് പറഞ്ഞു, എത്ര സമയം കൊണ്ട് ചാർജ് ചെയ്തെടുക്കാൻ പറഞ്ഞു. BMWയുടെ മോട്ടോറാഡ് ഡീലർഷിപ്പുകളിലൊക്കെ ഈ ബൈക്ക് അവൈലബിൾ ആണ്. ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കുക. ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യുക. ലുക്ക് വൈസ് എങ്ങനെയുണ്ട്, പ്രൈസ് വൈസ് എങ്ങനെയുണ്ട്, ഇന്ത്യയിൽ എത്രമാത്രം പ്രാക്ടിക്കലാണ് എന്നുള്ളത്. അപ്പോൾ ഇതിന് ബാക്കിൽ ഒരുപാട് വണ്ടികളുണ്ട്. അടുത്ത വീഡിയോകളിൽ ഞാൻ ഓരോന്നായിട്ട് കാണിക്കാം. നല്ല ക്രൗഡിനിടയിൽ ചെയ്തൊരു വീഡിയോ ആണ്. ഞാൻ നല്ല എഫേർട്ട് എടുത്ത് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. നിങ്ങൾക്ക് കാണുന്ന സമയത്ത് തന്നെ മനസ്സിലാവും. സപ്പോർട്ട് ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷമായിട്ട് കാണാം. അതുവരെ ചെറിയൊരു ബ്രേക്ക്.